എന്തുകൊണ്ടാണ് നാം ഫെമിനയൻ സാനിറ്ററി പാഡുകളിലേക്ക് മാറേണ്ടത്? ഞങ്ങളുടെ ബ്രാൻഡ് ഫെമിനയൻ ആണ്. ഞങ്ങൾ ഇതിൽ നിന്നും 320 mm എടുത്തിട്ടുണ്ട്. ഇത് മാർക്കറ്റിൽ ലഭ്യമായ ഒരു ലീഡിംഗ് ബ്രാൻഡ് ആണ്. ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒരു ഡെമോയിലൂടെ നോക്കാം. ഇതിന്റെ ഔട്ടർ കവർ പ്ലാസ്റ്റിക് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുന്നു. അവസാന ലെയർ നമ്മുടെ പാന്റീസിൽ പറ്റി നിൽക്കുന്ന ലെയർ ആണ്. ഇതും പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വായു സഞ്ചാരമില്ല. ഇത് ഞാൻ ഇവിടെ ഒട്ടിക്കുന്നു. ഞാൻ ഇത് ഒരു പാന്റീസിൽ ഒട്ടിക്കുകയാണെന്ന് സങ്കല്പിക്കുക. പീരിയഡ്സ് എന്നാൽ 28 ദിവസത്തേക്ക് നമ്മുടെ ശരീരത്തിൽ ശേഖരിക്കപ്പെടുന്ന രക്തം പുറത്തേക്ക് വലിച്ചെറിയപ്പെടുന്നു. ഈ രക്തം സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ നാപ്കിനുകൾ ഉപയോഗിക്കുന്നു. നേരത്തെ വസ്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്ന നമ്മൾ ഇപ്പോൾ സാനിറ്ററി പാഡുകളിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പോൾ ഈ ഡെമോ സാനിറ്ററി നാപ്കിനുകളിൽ നിന്ന് ക്വാളിറ്റിയിലേക്ക് മാറുകയാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രക്തം ഈ ഫസ്റ്റ് ലെയറിൽ വീഴുന്നു. ഈ രക്തം നന്നായി ആഗിരണം ചെയ്ത് ഈ ലെയർ എപ്പോഴും ഡ്രൈ ആയിരിക്കണം. അപ്പോൾ മാത്രമേ അത് സുഖകരമാക്കൂ. ഈ ടോപ്പ് ലെയർ പ്ലാസ്റ്റിക് ആണ്. ബോട്ടം ലെയറും പ്ലാസ്റ്റിക് ആണ്. ഔട്ടർ ലെയറും പ്ലാസ്റ്റിക് ആണ്. ഇത് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു ബ്രാൻഡ്. ഇത് ഫെമിനയൻ ആണ്. ഇതിന്റെ ഔട്ടർ ലെയർ പ്ലാസ്റ്റിക് അല്ല. നിങ്ങൾ വലിച്ചെറിഞ്ഞാൽ അത് മണ്ണിൽ കലർന്ന് നന്നായി നശിക്കും. ഒട്ടിക്കുന്ന ലെയറും പ്ലാസ്റ്റിക് അല്ല. ഈ ലെയറിൽ വായുസഞ്ചാരം ഉണ്ട്. നമ്മുടെ ചർമ്മത്തിൽ സ്പർശിക്കുന്ന ലെയർ മൃദുവായ സർജിക്കൽ കോട്ടൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് ഒട്ടിപ്പിടിക്കുന്നത്. നമ്മൾ എല്ലാവരും നടക്കുന്നു, യാത്ര ചെയ്യുന്നു, സൈക്കിൾ ഓടിക്കുന്നു, സ്കൂട്ടർ ഓടിക്കുന്നു, ബസ്സിൽ പോകുന്നു, ട്രെയിനിൽ പോകുന്നു, കൂടാതെ മറ്റു പല ജോലികളും ചെയ്യുന്നു. ഇപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്കും ആർത്തവം വരുന്നുണ്ട്. ശാരീരികമായും മാനസികമായും പക്വത പ്രാപിക്കുന്നതിനു മുൻപ് ഈ ആർത്തവ ചക്രം ആരംഭിക്കുന്നു. അങ്ങനെയെങ്കിൽ ആരാണ് പെൺകുട്ടികളെ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്? ഡയോക്സിനും ക്ലോറിനും ബ്ലീച്ചിങ്ങും അടങ്ങിയ പാഡുകൾക്കും ഈ ഓർഗാനിക് പാഡുകൾക്കും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് കാണുന്നത്. ഒരു ദിവസം മുഴുവൻ കണക്കാക്കിയാൽ രാവിലെ ഇരുന്ന് ഈ പാഡ് ഉപയോഗിക്കാം. അടുത്ത ദിവസം രാവിലെ വരെ 30 മുതൽ 40 മില്ലി വരെ ഫ്ലോ ഉണ്ടാകും. ഇപ്പോൾ ഞാൻ 100 മില്ലി വെള്ളം എടുത്ത് 2 നാപ്കിനുകളിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇപ്പോൾ 50 മില്ലി അടങ്ങിയിട്ടുണ്ട്. ഞാൻ 50 മില്ലി വെള്ളം എടുത്ത് മാർക്കറ്റിൽ ലഭ്യമായ ലീഡിംഗ് ബ്രാൻഡിൽ പ്രയോഗിക്കുന്നു. അത് പതുക്കെ പതുക്കെ പുറത്തേക്ക് വരും. ഇപ്പോൾ ഞാൻ 100 മില്ലി വെള്ളം പ്രയോഗിച്ചു. ഇത് വെള്ളം പൂർണ്ണമായും അബ്സർവ് ചെയ്യുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുപോലെ നമുക്ക് ഈ ഫെമിനയൻ പാഡിലും 100 ml വെള്ളം ഒഴിക്കാം. എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിലെ രക്തം പുറത്തേക്ക് വരുമ്പോൾ അതിന്റെ അളവ് നമുക്കറിയില്ല. ഏത് സമയത്ത് എത്ര വരുമെന്ന് നമുക്ക് പറയാനാവില്ല. അത് നിയന്ത്രിക്കാനും കഴിയില്ല. ഇപ്പോൾ 2 നാപ്കിനുകൾക്കും 100 മില്ലി വെള്ളം ഇട്ടു. ഏത് പാഡ് പൂർണ്ണമായും ഒബ്സർവ് ചെയ്യുന്നു, ഏത് പാഡ് എല്ലാം ലോക്ക് ചെയ്യുന്നു? ഈ ഡെമോയിലൂടെ നമുക്ക് ഇത് പഠിക്കാം. ഇതിനുള്ളിൽ എത്ര തരം കെമിക്കലുകൾ ഉണ്ടെന്നും നോക്കാം. ഇപ്പോൾ രണ്ടിലും 100 മില്ലി വെള്ളം പ്രയോഗിച്ചു. ഇതിന് പുറത്ത് എത്ര വെള്ളമുണ്ടെന്ന് കണ്ടോ? ഇത് എങ്ങനെ സുഖകരമാകുമെന്ന് ദയവായി ചിന്തിക്കുക. നിങ്ങളുടെ പാഡ് മാറ്റാനുള്ള സ്ഥലം എവിടെയാണ് തിരയുക? നിങ്ങൾ ചിന്തിക്കുക. അതേസമയം ഈ പാഡിന് പുറത്ത് ഒരു തുള്ളി വെള്ളം പോലുമില്ല. ഒരു ഡ്രോപ്പ് വെള്ളം കൂടി പുറത്തേക്ക് വരുന്നില്ല. ഇത് സുഖകരമാണെന്ന് നിങ്ങൾ കരുതുന്നില്ലേ? നിങ്ങൾ ഇരിക്കുമ്പോൾ, എഴുന്നേറ്റ് നടക്കുമ്പോൾ, മറ്റേതെങ്കിലും ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര പ്രഷർ ചെലുത്തിയാലും ഇതിന്റെ അപ്പർ ലെയർ ഡ്രൈ ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഈ ലെയറുകളെല്ലാം വേർതിരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന്റെ ഓരോ ലെയറും വില കുറഞ്ഞ റോ മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ആദ്യ ലെയർ പ്ലാസ്റ്റിക്കിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പ്ലാസ്റ്റിക് നമ്മിൽ ചർമ്മ ക്യാൻസറിന് കാരണമാകും. ഇത് പൂർണ്ണമായും കെമിക്കൽസ് ആണ്. പെർഫ്യൂംസ് അടങ്ങിയ ഈ ലെയർ നിങ്ങൾക്ക് തലവേദന, വാമിറ്റിംഗ്, കടുത്ത ടെൻഷൻ, പ്രകോപനം മുതലായവ നൽകുന്നു. ഇത് സിലിക്കോൺ ജെൽ വേസ്റ്റ് കോട്ടൺ. ഈ സിലിക്കോൺ ജെല്ലും വേസ്റ്റ് കോട്ടണും ഗർഭാശയത്തിലെ ഫൈബോയിഡുകൾ, വെയിറ്റ് ഡിസ്ചാർജ്, ഓവർഫ്ലോയിഡ്, ഇച്ചിങ്, ഇറിറ്റേഷൻ ഉണ്ടാക്കും. വന്ധ്യതയ്ക്കും ക്യാൻസറിനും കാരണമാകുന്നു ഈ ലെയർ. ഇതിൽ അടങ്ങിയിരിക്കുന്ന ജെൽ സിലിക്കോൺ ജെൽ ആണ്. ഇതിനു മുന്നിലുള്ള ലെയർ ഒരു പ്ലാസ്റ്റിക് ലെയർ ആണ്. ഇതിനെ വലിച്ചു പരിശോധിച്ചാൽ റബ്ബർ പോലെ വരും. കൂടാതെ വായുസഞ്ചാരവും ഉണ്ടാകില്ല.
ഇത് വലിച്ചൊട്ടിച്ചാൽ ആ സ്ഥലത്ത് അരിച്ചിലും ചെറിയ ചെറിയ കുമിളകളും വരും. അതായത് ഇത് ഡീഗ്രേഡ് ആയിട്ടില്ല. ഇതിനുള്ള ഗമ്മും ദോഷകരമാണ്. ഇത് ഇൻഡസ്ട്രിയൽ ഗം ആണ്. ഇത് പാൻറ്റീസിൽ പറ്റി നിൽക്കും. ഇത് നീക്കി പാൻറ്റീസ് കഴുകിയാലും പാച്ച് മാർക്ക് ഉണ്ടാകും. ഇതുമൂലം ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. പാൻറ്റീസ് റഫാക്കുകയും ചർമ്മ കേടുപാടുകൾ വരുത്തുകയും ചെയ്യുന്നു. നിങ്ങൾ വലിച്ചെറിയുമ്പോൾ ഈ പ്ലാസ്റ്റിക് ലെയർ, വേസ്റ്റ് കോട്ടൺ, പെർഫ്യൂം ലെയർ, ഔട്ടർ കവർ എന്നിവയെല്ലാം നശിക്കുന്നില്ല. മാത്രമല്ല ഡയോക്സിൻ, ക്ലോറിൻ, ബ്ലീച്ചിങ്, കളറിംഗ്, പെർഫ്യൂം തുടങ്ങിയ കെമിക്കൽസ് നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിച്ച് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കും. ഇത് സത്യമാണ്. മാതാപിതാക്കൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, കുട്ടികൾക്കും അറിയില്ല. ഇതിനെക്കുറിച്ച് ഞങ്ങൾ അവബോധം സൃഷ്ടിക്കുന്നു. ഇവിടെ ഞങ്ങൾ ഫെമിനയൻ പാഡ് ഒട്ടിച്ചു. അതിൽ 100 മില്ലി വെള്ളവും ഒഴിച്ചു. ഒരു തുള്ളി വെള്ളം പോലും കയ്യിൽ പെട്ടിട്ടില്ല. നമുക്ക് ഇതിന്റെ കാര്യങ്ങളും അന്വേഷിക്കാം. ഇതിന്റെ ഫസ്റ്റ് ലെയർ സർജിക്കൽ കോട്ടൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വോൾ ക്ലോസ് എന്നതിനർത്ഥം FDA, ISO, CE സർട്ടിഫിക്കറ്റ്സ് ഇരിക്കണം. നമ്മുടെ നാപ്കിനുകൾക്ക് ഇതെല്ലാം ഉണ്ട്. എന്നാൽ ഈ പാഡിൽ ഇതൊന്നും തന്നെ ഇല്ല. ഇത് കീറിയാൽ തുണി പോലെ കീറും. ഇത് നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കുമ്പോൾ നമ്മൾ ഒരു പാൻറ്റി ധരിച്ചതുപോലെ തോന്നുന്നു. നമുക്ക് ആർത്തവമാണ്, നനഞ്ഞിരിക്കുന്നു എന്ന ചിന്ത ഉണ്ടാകില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ലെയർ ഈ ലെയർ ആണ്. ഇതിൽ 5 ഔഷധ ഗുണങ്ങൾ ഉണ്ട്. ആനയോൺ, ഇൻഫ്രാറെഡ്, മാഗ്നറ്റിക്, നാനോ സിൽവർ, കൈറ്റിൻ. ആനയോൺ എന്താണ് ചെയ്യുന്നത്? അത് ബാക്ടീരിയയെ കൊല്ലും. നമ്മുടെ രക്തം ഓരോ 2 മണിക്കൂറിൽ ഒരിക്കൽ പുതിയ ബാക്ടീരിയകളെ ഉണ്ടാക്കുന്നു. ആനയോൺ ഇത് സംഭവിക്കാൻ അനുവദിക്കുന്നില്ല. അതിനാൽ നമുക്ക് ഒരു പാഡ് ദീർഘനേരം ഉപയോഗിക്കാം. നനവില്ല, ബാക്ടീരിയയും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. രക്തത്തിലുള്ള ബാക്ടീരിയകൾ തുടർച്ചയായി നീക്കം ചെയ്യപ്പെടുന്നു. ഇൻഫ്രാറെഡ് എന്താണ് ചെയ്യുന്നത്? ഇത് നമ്മുടെ ഹോർമോണുകളെ സന്തുലിതമാക്കുന്നു. കോപം തടയുന്നതിലൂടെ അത് നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യുന്നു. ആർത്തവ സമയത്തുണ്ടാകുന്ന ഡൾനെസ്സിനെ തടഞ്ഞ് നമുക്ക് സജീവമായി നിലനിർത്താൻ ഈ മാഗ്നറ്റിക് സഹായിക്കുന്നു, നമ്മെ സന്തോഷിപ്പിക്കുന്നു. നാനോ സിൽവർ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ജനനേന്ദ്രിയ അവയവങ്ങളിൽ ഒരു സ്റ്റിക്കി പദാർത്ഥം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അത് ഉണങ്ങുന്നില്ല. നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളും ഗ്രന്ഥികളാൽ പിന്തുണയ്ക്കപ്പെടുന്നു. ഈ നാനോ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാലും അത് എൻഡോകോം ഗ്രന്ഥികളുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നു. ഈ കൈറ്റിൻ നമ്മൾ നീക്കം ചെയ്യുമ്പോൾ മണ്ണിൽ എളുപ്പത്തിൽ നശിക്കുന്നു. ഇതുപോലെ 5 ഔഷധ ഗുണങ്ങളടങ്ങിയ ഇത് ഒരു തുണി പോലെയാണ്. അതിനാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അടുത്തത് ഇതിനുള്ളിലെ കോട്ടൺ ആണ്. ഇത് ഫ്രഷ് സർജിക്കൽ കോട്ടൺ ആണ്. ഈ കോട്ടണിലും ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. ഇതിനുള്ളിലെ ജെൽ മുഴുവൻ വെള്ളത്തെയും ലോക്ക് ചെയ്യും. ഇത് പരത്തി നോക്കുമ്പോൾ ഒരു തുണി പോലെ തോന്നും. നിങ്ങൾ ഈ തുണിയെടുത്ത് തിളച്ച വെള്ളത്തിലിട്ടാൽ ഈ തുണിക്ക് ഒന്നും സംഭവിക്കില്ല. തുണി ഒരു തുണി പോലെ ഇരിക്കും, കാരണം ഇതിൽ ഏത് കെമിക്കൽസും ഇല്ല. ഇപ്പോൾ ഈ തുണിയെടുത്ത് തിളച്ച വെള്ളത്തിലിട്ടാൽ ചുരുങ്ങിയ സമയത്തിൽ പൂർണ്ണമായും ഉരുകുകയും വെള്ളം മലിനമാകുകയും ചെയ്യുന്നു, കാരണം ഇതിൽ കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇത് ഫ്രഷ് കോട്ടൺ ആയതിനാൽ ഒന്നും സംഭവിക്കുന്നില്ല. അടുത്തതായി ഈ ജെൽ ഒരു എയർലോക്ക് ഉപയോഗിച്ച് മൂടിയിരിക്കുന്നു, കാരണം നമുക്ക് വായുസഞ്ചാരം ആവശ്യമാണ്. നിങ്ങൾ ഈ ജെൽ എത്രമാത്രം ലോക്ക് ചെയ്താലും എത്ര പ്രഷർ ചെലുത്തിയാലും നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വലിച്ചെടുക്കാൻ കഴിയില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു ജിൽനെസ് മാത്രം ഉണ്ടാകും. വേണമെങ്കിൽ ഞാൻ 100 മില്ലി വെള്ളം കൂടുതലായി ഒഴിച്ച് കാണിക്കാം. നിങ്ങളുടെ ജനനേന്ദ്രിയത്തിനും ഗർഭപാത്രത്തിനും ഇടയിലുള്ള 3 ഇഞ്ച് ഗ്യാപ്പിൽ കെമിക്കൽ സൂക്ഷിച്ചാൽ അത് രക്തത്തിൽ കലരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതാണ് ലാസ്റ്റ് ലെയർ. ഞാൻ ഇതിൽ ഗം പ്രയോഗിച്ചു. മാത്രമല്ല നമ്മുടെ ചർമ്മത്തിന് സമാനമായി ഞങ്ങൾ ഇതിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചർമ്മത്തിലെ ചെറിയ രോമങ്ങൾ ഉള്ളതിനാൽ അതിനെ ശ്വസിക്കാൻ കഴിയും. അതുപോലെ ഇവിടെയും നമ്മുടെ ചർമ്മത്തിന് ശ്വസിക്കാൻ കഴിയുന്ന ചെറിയ സുഷിരങ്ങൾ ഉണ്ട്. ഇത് കീറാൻ നോക്കിയാൽ തുണി പോലെ കീറിപ്പോകും. ഇത് ബയോഡിഗ്രേഡബിൾ മറ്റും വായുസഞ്ചാരമുള്ള ഒരു ലെയർ. നന്നായി ആലോചിച്ചതിന് ശേഷമാണ് ഇത് ഞങ്ങൾ നിർമ്മിച്ചത്. ഇത് സ്ത്രീകൾക്ക് അത്യാവശ്യമായ ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് ആഡംബരത്തിന്റെ ഉൽപ്പന്നമല്ല, ഇത് അത്യാവശ്യമായ ഉൽപ്പന്നം.
നമ്മുടെ ശരീരം നമുക്ക് വളരെ പ്രധാനമാണ്. നമ്മുടെ ഗർഭപാത്രം അതിലും പ്രധാനമാണ്. കാരണം അത് പുതിയ ഒരു ജീവിതം പിറവിയെടുക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഏത് വിധമായ കെമിക്കൽസും സൂക്ഷിക്കാൻ പാടില്ല. അപ്പോൾ ഇതിന്റെ വില കൂടുതലാണോ? അങ്ങനെ ചോദിച്ചാൽ അതിനും ഞാനൊരു ഡെമോ കാണിച്ചു തരാം. ഇതിൽ നിങ്ങൾ 4 പാഡുകൾ ഉപയോഗിക്കുന്നതിന് പകരം നമ്മുടെ ഒരു പാഡ് മാത്രം മതി. ജലത്തിന്റെ അളവ് നോക്കുക. ഞാൻ അളന്ന് കാണിച്ചു തരാം. മാർക്കറ്റ് വില കണക്കാക്കിയാൽ ഒരു പാഡിന്റെ വില 12 രൂപയാണ്. അപ്പോൾ 4 പാഡുകളുടെ വില എത്രയാണ്? 48 രൂപ. ഞാൻ ഇപ്പോൾ ഇതിൽ 50 മില്ലി വെള്ളം ഒഴിക്കുന്നു. ഇനിയും ഒരു 50 മില്ലി വെള്ളം ഒഴിക്കുന്നു. ഇപ്പോൾ രണ്ടിനും 200 മില്ലി വെള്ളമുണ്ട്. ഇപ്പോൾ ഇതിൽ നിന്ന് ഞാൻ 4 പാഡുകൾ എടുക്കുന്നു. 1, 2, 3, 4. പിന്നെ ഇതിൽ നിന്ന് 1 മാത്രം. 4 സാനിറ്ററി പാഡുകൾ ഉപയോഗിക്കുന്നതിന് പകരം ഒരു ഫെമിനയൻ സാനിറ്ററി പാഡ് മാത്രം ഉപയോഗിച്ചാൽ മതി. ഈ 4 പാഡുകളിലുള്ള കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കും. അത് വളരെ ഡേഞ്ചറസ് അല്ലേ? ഇപ്പോൾ 10 വയസ്സുള്ള പെൺകുട്ടികൾക്ക് പോലും ആർത്തവം വരുന്നു. ഈ 4 പാഡുകളിലുള്ള കെമിക്കൽസ് പെൺകുട്ടികളെ മാത്രമല്ല നമ്മുടെ ഭൂമിയെയും ബാധിക്കുന്നു. 10 മുതൽ 12 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾ ഈ പാഡുകൾ ഉപയോഗിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ടോക്സിനും ക്ലോറിനും പെർഫ്യൂമും മറ്റ് കെമിക്കൽസും കളറിങ്ങും പെൺകുട്ടിയുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു. ഈ പാഡുകൾ നമുക്ക് സഹായകരമായ എന്തെങ്കിലും ചെയ്യുമോ? ഒന്നുമില്ല. ഈ സത്യം എല്ലാവരോടും പറയുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ വീഡിയോ കാണുക. പെൺകുട്ടികൾ ഉള്ളവരിലേക്ക് ഇത് ഫോർവേഡ് ചെയ്യുക. ഈ 200 മില്ലി വെള്ളത്തിലേക്ക് ഞാൻ 4 പാഡുകളും ഇട്ടു. ഇത് എങ്ങനെ ഒബ്സർവ് ചെയ്യുന്നു എന്ന് നോക്കാം. മാർക്കറ്റിൽ അവർ ഒരു പാഡ് മാത്രം ഉപയോഗിച്ച് പരസ്യത്തിൽ കാണിക്കുന്നു. ഇപ്പോൾ മറ്റൊരു 200 മില്ലി വെള്ളത്തിൽ ഏത് കെമിക്കൽസോ പ്ലാസ്റ്റിക്സോ അടങ്ങിയിട്ടില്ലാത്ത ഫെമിനൈൻ പാഡ് ഞാൻ ഇടുന്നു. ഒരു പാഡ് മാത്രം. ഇത് കോസ്റ്റ്ലി എന്ന് ഇപ്പോഴും നിങ്ങൾ കരുതുന്നുണ്ടോ? നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. അച്ഛനും അമ്മയും ഇതുപയോഗിക്കുന്ന പെൺകുട്ടികളും ഇത് കാണണം. ഇപ്പോൾ ഞാൻ ഇതിൽ ഒരു പാഡ് മാത്രം ഇട്ടിട്ടുള്ളൂ. ഇതിൽ കെമിക്കൽസ് ഇല്ല. 5 ഔഷധ ഗുണങ്ങൾ ഉണ്ട്. നമുക്ക് ഏത് സ്ഥലത്തേക്കും സുഗമമായി ട്രാവൽ ചെയ്യാം. പേടിക്കേണ്ട കാര്യമില്ല. 9 ലെയറിലും വായുസഞ്ചാരം ഉണ്ടാകും. കട്ടിങ്ങോ എഡിറ്റിങ്ങോ ഉപയോഗിക്കാതെ നിങ്ങളുടെ മുന്നിൽ ഈ ഡെമോ ചെയ്യുന്നു. ഒരു 5 പേർ ഇത് ഷൂട്ട് ചെയ്യുന്നു. വേണമെങ്കിൽ അവരോട് ചോദിക്കാം. ഞാൻ ഇവിടെ എത്ര പാഡുകൾ ഇട്ടു? 4 അല്ലേ? ഇവിടെ വെള്ളമുണ്ടോ എന്ന് നോക്കാം. ഇത് പുറത്തെടുത്താൽ വെള്ളം വരും. പിഴിഞ്ഞാൽ കൂടുതൽ വെള്ളം വരും. ഇത് പിഴിഞ്ഞെടുക്കുമ്പോൾ എത്ര വെള്ളം വരുന്നു എന്ന് നോക്കുക. ഈ 4 പാഡുകളും ചെയ്ത ജോലിയാണിത്. നമ്മൾ ദിവസവും 4 പാഡുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിലുള്ള കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കും. കൂടാതെ ഓരോ പാഡും 5 പ്ലാസ്റ്റിക് കവറിന് തുല്യമാണ്. അപ്പോൾ 4 പാഡുകൾ എറിഞ്ഞാൽ അത് 20 പ്ലാസ്റ്റിക് കവറുകൾക്ക് തുല്യമാണ്. മറ്റൊരു കാര്യം, നമ്മുടെ കംഫർട്ട് ലെവലാണ്. ഇത്രയും നനഞ്ഞാൽ സുഗമമാക്കുമോ? ദയവായി ചിന്തിക്കുക. അതേസമയം നമ്മുടെ ഫെമിനയൻ പാഡ് നോക്കുക. ഇത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാനും പരിശോധിക്കാനും കഴിയും. ഇതെടുത്താൽ ഒരു തുള്ളി വെള്ളം പോലും വേർപെടുത്താൻ പറ്റില്ല. ഇത് അമർത്തിയാൽ ജെൽ മാത്രമേ പുറത്തു വരൂ, പക്ഷേ വെള്ളമില്ല. ഇത് വേർതിരിച്ച് ജെല്ലിനെ നോക്കുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു പാഡ് 4 പാഡുകൾക്ക് തുല്യമാണ്. ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് വരുന്നില്ല. ഇത് എല്ലാം അബ്സർവ് ചെയ്യുന്നു. ജെൽ മാത്രമേ കാണൂ, ഈർപ്പം ഇല്ല. ഇതിൽ 4 എണ്ണം എടുത്താൽ ഇതിൽ 1 മാത്രം മതി. അപ്പോൾ ഇത് എങ്ങനെ ചിലവേറിയതാണ്? ദയവായി ചിന്തിക്കുക. കൂടാതെ കെമിക്കൽസ് ഇല്ല, ഓർഗാനിക് ആണ്, 5 ഔഷധ ഗുണങ്ങളുണ്ട്. പുറത്തേക്ക് എറിഞ്ഞാൽ ഭൂമിക്കും ഹാനിയില്ല.
നമ്മുടെ കുട്ടിയെ 10 മാസം ഗർഭപാത്രത്തിൽ വഹിക്കുകയും ഫുൾ ഇമോഷൻസോടെ പ്രസവിക്കുകയും ചെയ്യാം. അതിനാൽ നിങ്ങളുടെ അമൂല്യമായ ശരീരവും ഗർഭാശയവും സംരക്ഷിക്കാൻ വേണ്ടി ഫെമി 9 സാനിറ്ററി പാഡുകളിലേക്ക് മാറുക. നന്ദി.